നമസ്കാരം. വോക്സ് മലയാളത്തിലേക്ക് സ്വാഗതം. കേരളം 2026 നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുന്നതിന് മുമ്പ് അണിയറയിൽ ചില രഹസ്യ ഡീലുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷം ആരോപിക്കുന്ന CPM BJP അന്തർധാര വെറും രാഷ്ട്രീയ ആരോപണമല്ലെന്നും ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും വോട്ട് കച്ചവടവും ഇതിന് തെളിവാണെന്നും ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് പിന്നിലെ വാസ്തവം? നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് കേന്ദ്ര ഏജൻസികളിലേക്ക് നോക്കാം. എന്തുകൊണ്ടാണ് റെയ്ഡുകളും അന്വേഷണങ്ങളും കോൺഗ്രസ് നേതാക്കളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത്? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തുടങ്ങിയ കേസുകളിൽ ED ഇപ്പോൾ എവിടെയാണ്? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ CPM നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ എന്തുകൊണ്ട് മന്ദഗതിയിലായി? BJPയെ സഹായിക്കുന്നതിന് പകരമായി കേസുകൾ ഒതുക്കി തീർക്കുകയാണോ എന്ന ചോദ്യം വോട്ടർമാരുടെ ഉള്ളിലുണ്ട്. ഇനി നമുക്ക് ചില മണ്ഡലങ്ങൾ നോക്കാം. തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. അവിടെ BJPക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. അവിടെ BJPക്ക് ശക്തമായ സ്വാധീനമുണ്ട്. എന്നിട്ടും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ എന്തുകൊണ്ടാണ് BJP ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയത്? അവിടെ 2020 കളത്തിലിറക്കിയതും BJP വോട്ടുകൾ കൃത്യമായി LDFിലേക്ക് മറിക്കാനാണോ? ഈ നീക്കം ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? പറവൂർ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പൂട്ടാൻ LDF ഇറക്കിയ തന്ത്രം നോക്കൂ. കൃത്യമായ സാമുദായിക സമവാക്യങ്ങൾ കണക്കിലെടുത്ത് ടൈസൺ മാസ്റ്ററെ സ്ഥാനാർത്ഥിയാക്കിയത് സതീശിൻ്റെ വോട്ടുകളെ വിള്ളൽ വീഴ്ത്താനാണ്. കോൺഗ്രസിൻ്റെ കരുത്തരായ നേതാക്കളെ സ്വന്തം മണ്ഡലങ്ങളിൽ തന്നെ തളച്ചിടുക എന്ന വലിയ തന്ത്രമാണ് ഇവിടെ കാണുന്നത്. പേരാവൂരിലേക്കും വരുമ്പോൾ ചിത്രം മാറുന്നു. സിറ്റിംഗ് MLAയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫിനെ നേരിടാൻ CPM അവരുടെ ഏറ്റവും ജനപ്രിയ മുഖമായ KK ശൈലജ ടീച്ചറെയാണ് ഇറക്കിയിരിക്കുന്നത്. മട്ടന്നൂരിൽ വൻ ഭൂരിപക്ഷമുള്ള ടീച്ചറെ എന്തിനാണ് പേരാവൂരിലേക്ക് മാറ്റിയത്? സണ്ണി ജോസഫിനെ പൂട്ടാനോ അതോ കോൺഗ്രസ് നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ BJP എന്ന ചേർന്ന് നടത്തിയ നീക്കമോ? ഇതിനെ സണ്ണി ജോസഫ് പരിഹസിക്കുന്നത് ടീച്ചർക്ക് PBയിലേക്ക് പ്രമോഷൻ നൽകാനുള്ള നീക്കം എന്നാണ്. രമേശ് ചെന്നിത്തല ഹരിപ്പാട് മണ്ഡലത്തിലെ BJP നീക്കം ആരെയും അത്ഭുതപ്പെടുത്തും. ചെങ്ങന്നൂരിൽ മികച്ച രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച സന്ദീപ് ബജസ്പതിയെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി ഹരിപ്പാട്ടേക്ക് കൊണ്ടുവന്നു. ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ കഴിവുള്ള സന്ദീപിനെ ഹരിപ്പാട് നിർത്തി UDFിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ BJPക്ക് വലിയ സാധ്യതയുണ്ടായിരുന്ന ചെങ്ങന്നൂരിൽ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി BJP CPMനെ സഹായിച്ചോ എന്ന് സംശയം ബാക്കിയാണ്. അവസാനമായി പാലക്കാട്. BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ CPM വഴിമരുന്നിടുകയാണോ? അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയത് വഴി കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഇത് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ വിജയത്തിലെത്തിക്കാനുള്ള വഴി സുഗമമാക്കുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? തൃശ്ശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണനെ പോലെ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയതു മുതൽ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം വരെ വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്: അന്തർധാര. വോട്ടർമാരെ വീഡികളാക്കി മുന്നണികൾ നടത്തുന്ന ഈ കച്ചവടം ജനങ്ങൾ തിരിച്ചറിയുമോ? ഏപ്രിൽ 9 ജനങ്ങൾ ആര് വിശ്വസിക്കും? നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.